പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ കേരളത്തിലെ 20 മണ്ഡലങ്ങളെക്കുറിച്ചും ഞാൻ ഒന്നിലധികം ചാനലുകൾക്ക് വേണ്ടിയിട്ടുള്ള വിശകലനങ്ങൾ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും റിസൾട്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രവചന തുല്യമായിട്ടുള്ള രീതിയിലുള്ള നിഗമനങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അത് ഞാൻ 3 ചാനലിൽ 20 മണ്ഡലങ്ങളും കവർ ചെയ്തിട്ടുണ്ട് മൊത്തം. അങ്ങനെ ചെയ്തതിനകത്ത് എവിടേക്കാണ് പിഴവ് പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. 90% ഞാൻ പ്രവചിച്ച കാര്യങ്ങൾ ശരിയായി. ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കഴിവ് എന്നുള്ള രീതിയിലല്ല, നമ്മൾ പല സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് എത്തിച്ചേർന്ന നിഗമനങ്ങൾ 90% ശരിയായി. അത് പറയുമ്പം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 22,000 വോട്ടിന് ജയിക്കുമെന്നുള്ളത് സ്റ്റോർ ചെയ്തിരുന്നു ആ സമയത്ത്. അതുമാത്രമല്ല, വോട്ടെണ്ണുന്നതിന്റെ തലേന്ന് എന്നെ ഉമാ തോമസിന്റെ മകൻ ഡോക്ടർ വിഷ്ണു എന്നെ വിളിച്ചു. രാജേട്ടാ, എന്തായിരിക്കും സ്ഥിതി, ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചത്, എന്തായാലും ജയിക്കുന്ന ഉറപ്പല്ലേ? അല്ല, അതുകൊണ്ടല്ല, അപ്പയ്ക്ക് കിട്ടിയതിനേക്കാൾ ഒരു വോട്ടെങ്കിലും കൂടുതൽ അമ്മയ്ക്ക് കിട്ടണം, അപ്പോഴാണ് അത് അപ്പയ്ക്കുള്ള ആദരവായി മാറുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിഷ്ണു ഞാനൊരു 22,000 വോട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു. വോട്ടെണ്ണെന്ന് വന്നാൽ 22,000 വോട്ടെത്തി പിന്നെ വിഷ്ണു വിളിച്ചു. കാരണം അത് പിന്നെ 25,000 എത്തി എന്നുള്ളത്. ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ ആദ്യം തന്നെ ചാണ്ടിയുമ്മനോടും പറഞ്ഞിരുന്നു 30,000 മേലുള്ള ഭൂരിപക്ഷം ഉറപ്പാണ്. ജയിക്ക് ചാണ്ടിയുമ്മനെ ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു, വികസനത്തെക്കുറിച്ച് ചർച്ച നടത്തണം, സംവാദം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ചാണ്ടിയുമ്മന്റെ കാര്യങ്ങളായിട്ട് പോയി. ഞാൻ പല ഓൺലൈൻ മേഖല എന്നല്ല, സാറ്റലൈറ്റ് മീഡിയാസ് പോലും അങ്ങനെ ഒരു ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നില്ല. ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞ 30,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം. 30,000 വോട്ടിൽ താഴെയാണ് ഭൂരിപക്ഷം എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇലക്ഷൻ പ്രവചനം നടത്തില്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവചനം നടത്തില്ല എന്ന് ഞാൻ ചെയ്യുന്ന വൈറല ചാനലിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, തുടക്കം തൊട്ടേ ഞാൻ പറഞ്ഞു 30,000, അത് 37,000 അത് രണ്ടും ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രാദേശികമായി അവിടേക്കൊന്ന് പോകാനും, പുതുപ്പള്ളി തൃക്കാക്കരയാണെങ്കിലും നമ്മളെവിടെയൊക്കെ ചായക്കടയിലൊക്കെ കയറി തട്ടുകടയിൽ, ചെറിയ നാട്ടുമ്പുറത്തെ ചായക്കട, ഈ നാട്ടുമ്പുറത്തല്ല, ഈ കാക്കനാട് ഭാഗത്തൊക്കെയുള്ള ഈ ചെറിയ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസോട് കൂടിയിട്ട് പൊതുസ്ഥലത്ത് ചെറിയ ഷെഡുകൾ വെച്ചിട്ടുള്ള കടകളിലൊക്കെ കയറും, ഇരിക്കും. നമ്മളാരാണെന്നൊന്നും പറയാതെ. കാരണം മറ്റേത് ഈ ആൾക്കാർ ഈ സർവേക്കാരെന്ന് വെച്ചാൽ ഈ മൈക്കും കൊണ്ട് ചെന്നിട്ട് ചോദിക്കുമ്പം പലരും അവരുടെ ഫേസ് വീഡിയോയിൽ വരും. ചിലപ്പോൾ അവർ മനസ്സിലുള്ളത് തുറന്നു പറയില്ല. മറ്റവരെന്ത് കരുതും, ഇവരെന്ത് കരുതും. ചിലപ്പോൾ ഒരു CPMന്റെ പ്രവർത്തകരായിരിക്കും. അതുകൊണ്ട് ഉമാ തോമസ് ജയിക്കും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഉമാ തോമസിന് വോട്ട് കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അതേസമയം നമ്മൾ ഇങ്ങനെ ഇരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കും. പലരോട് നാട്ടിൻപുറത്തുള്ള ആൾക്കാർ ഓട്ടോറിക്ഷയിലൊക്കെ കയറി യാത്ര ചെയ്യും. അങ്ങനെ ആ സമയത്ത് വണ്ടി ഉപയോഗിക്കാതെ ഓട്ടോറിക്ഷയിൽ അങ്ങനെ പോകുക. കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാരോടുള്ള ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ അഭിപ്രായം അറിയാൻ പറ്റും. കടകളിലൊക്കെ വെറുതെ പോയിട്ട് ചായ കുടിക്കും. ഒരു ദിവസം കയറിയ കടയിൽ അവർ അടുത്ത ദിവസം കയറുക എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പൾസിന്റെ ഏകദേശം ധാരണ കിട്ടിയത്. അതൊക്കെ ശരിയായി. പക്ഷെ ഇതിപ്പോ ലോക്സഭാ മണ്ഡലങ്ങളിൽ 20 സ്ഥലത്ത് നമുക്ക് പോയിട്ട് അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാനോ, ആ നാട്ടിലുള്ള സാധാരണക്കാരായ വോട്ടർമാരോട് സംവദിക്കാനോ, അവരുടെ പൾസ് അറിയാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ പിടിപറ്റിയിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞതിൽ ഒന്ന് പിടിപറ്റിയത്, തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞിരുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് തിരുവനന്തപുരത്ത് വിജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് 16,000 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും ലക്ഷങ്ങൾ, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷമൊക്കെയാ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു ട്രെൻഡ് ഉണ്ടായിട്ടില്ല. രാഹുൽ തരംഗത്തിൽ പോലും ഉണ്ടായിട്ടില്ല. ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടില്ല. ആ രീതിയിലുള്ള വിജയം ഉണ്ടാവണം, വമ്പൻ വിജയം. പക്ഷേ തിരുവനന്തപുരത്ത് ടൈറ്റ് ഫൈറ്റായി, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. തിരുവനന്തപുരത്തെ കുറിച്ച് പക്ഷേ ഞാൻ പറഞ്ഞ വേറെ കാര്യം ശരിയായിട്ടുണ്ട്. അവിടെ ഈ ഇദ്ദേഹം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പന്നിന്റെ വിതരം 3ാം സ്ഥാനത്ത് പോകുന്നുള്ളത് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2014 ഒ രാജഗോപാലൻ, 2019 കുമ്മനം രാജശേഖരൻ 3ാമതായിരുന്നു. അതുകൊണ്ട് അത് വലിയ പ്രവചനത്തിന്റെ ശേഷിയൊന്നും ആവശ്യമില്ല. എന്തായിരുന്നാലും തിരുവനന്തപുരം കിട്ടുമെന്ന് പറഞ്ഞത് എനിക്ക് പഠിച്ചുപോയി. തൃശ്ശൂര് ഞാൻ പറഞ്ഞു VS സുനിൽകുമാറാണ് ജയിക്കേണ്ടത്, VS സുനിൽകുമാർ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പൂരത്തിന്റെ ആ പ്രശ്നത്തിന് ശേഷം പൂരം ബാധിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ജയിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കെ മുരളീധരൻ 3ാം സ്ഥാനത്ത് പോകുമെന്ന് തുടക്കത്തിൽ തന്നെ, അവിടെ മുരളി ചിത്രത്തിലില്ല, സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലുള്ള മത്സരമാണെന്ന് പറഞ്ഞു. ആ ഭാഗികമായൊരു പിഴവ് എനിക്ക് പറ്റി. കാരണം ഞാൻ ആദ്യം തൊട്ട് സുനിൽകുമാർ ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവസാന ഘട്ടത്തിൽ പൂരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പൂരം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഞാൻ റെക്ടിഫൈ ചെയ്തു, പൂരം സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ജയിക്കും എന്ന് പറഞ്ഞു. പൂരത്തിന്റെ ഒരു ഇമ്പാക്ട് തന്നെയാണ് അത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പാലക്കാട് മണ്ഡലത്തിൽ ഞാൻ അവസാന ഘട്ടത്തിൽ വിജയരാഘവന് സാധ്യതയുണ്ട്, ഭരണവിരുദ്ധ തരംഗം സ്ട്രോങ് അല്ലെങ്കിൽ. പക്ഷെ പാലക്കാടത്തെ പാർട്ടിക്കകത്തെ വിഭാഗീയതയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഭരണവിരുദ്ധ തരംഗം സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ പാലക്കാട് വിജയരാഘവന് സാധ്യത. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്.
ഭരണവിരുദ്ധ തരംഗം സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അല്ലാതെ UDF-നോടുള്ള ഇഷ്ടം കൊണ്ടോ സ്ഥാനാർത്ഥികളും മികവുകൊണ്ടെന്നല്ല. LDF സ്ഥാനാർത്ഥികളൊന്നും പിന്നെ ഒന്നിനൊന്നും മെച്ചായിരുന്നു പലരും. ഈ എളമരം കരീമും MP ജയരാജനും പിന്നെ ജോയിസ് ജോർജും ഒക്കെ ഉൾപ്പെടെയുള്ള അങ്ങനെ ഒരു 3-4 ഒഴിച്ചു കഴിഞ്ഞാൽ MJ ഷൈനും എറണാകുളത്തെ അങ്ങനെയൊക്കെയുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പന്ന്യൻ രവീന്ദ്രൻ, V ജോയി, പിന്നെ മുകേഷിനൊന്നും കൊള്ളില്ല പോട്ടെ, ബാക്കി പിന്നെ പല മണ്ഡലങ്ങളിലും നല്ല കാൻഡിഡേറ്റ്സ് ആയിരുന്നു. ശൈലജ ടീച്ചർ മോശമുണ്ടോ? തോമസ് ഐസക് മോശമുണ്ടോ? പിന്നെ അതേപോലെ തന്നെ മറ്റു പല മണ്ഡലങ്ങളിലും അതിന് മോശമായിട്ടല്ല. പക്ഷേ ഭരണവിരുദ്ധ തരംഗമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നഷ്ടപ്പെട്ടു പോയത്. ആലത്തൂര് ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ട്. ഭരണവിരുദ്ധ തരംഗത്തിന്റെ പിന്നെ സ്വാധീനത്തിലെങ്ങാനും രമ്യ ഹരിദാസ് ജയിച്ചു പോയെങ്കിലേ ഉള്ളൂ. അതിന്റെ സ്ട്രോങ് അനുസരിച്ച് ആലത്തൂരിൽ പെങ്ങളൂട്ടി പാട്ടും പാടി തോക്കുന്നു പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ മുമ്പ് ചെയ്ത സ്റ്റോറി ഞാൻ ഇതിന്റെ തൊട്ടു മുമ്പ് ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ഫുൾ ഞാൻ 2 മാസത്തോളം മുമ്പ് ചെയ്ത പിന്നെ വീഡിയോയ്ക്കകത്ത് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ LDF-ന് വിജയിക്കാൻ പോകുന്ന സാധ്യതയുള്ള ഏക മണ്ഡലം ആലത്തൂരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അത്. അതേപോലെ തന്നെ പത്തനംതിട്ടയിൽ ഞാൻ അനിൽ ആന്റണി ഒരു പക്ഷേ 2ാം സ്ഥാനത്ത് എത്തിയേക്കെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 3ാം സ്ഥാനത്ത് തന്നെയായി. അതേപോലെ തന്നെ ആലപ്പുഴയിൽ ഞാൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ 3 ലക്ഷത്തോളം വോട്ട് പിടിക്കുന്നു പറഞ്ഞിരുന്നു. അത് സംഭവിച്ചു. 2,99,648 വോട്ട് പിടിച്ചു. അതായത് 352 വോട്ടിന്റെ കുറവേ ഉള്ളൂ ഈ 3 ലക്ഷത്തിന്. അത്രത്തോളം വോട്ട് പിടിച്ചു. മാവേലിക്കരയിൽ ഞാൻ പറഞ്ഞു പിന്നെ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ വലിയ ജനവികാരമുണ്ട്, അത് വോട്ടായി പ്രതിഫലിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ CA അരുൺകുമാർ ഒരു അത്ഭുതം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അവിടെയും ഏറെക്കുറെ പറഞ്ഞതുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളിടത്തൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ 1 ലക്ഷവും 2 ലക്ഷവും 1.5 ലക്ഷവും 3 ലക്ഷവും ഒക്കെ ഓരോ സ്ഥലത്ത് ഭൂരിപക്ഷം കിട്ടുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് കഷ്ടിച്ചാ പോയത്. ലോക്സഭയ്ക്ക് 10,868 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണ്ഡലങ്ങളിലാണ്. ഒരു മണ്ഡലത്തിൽ ശരാശരി 1,500 വോട്ട് വെച്ചിട്ടാണ് ഭൂരിപക്ഷം ശരാശരി ആവറേജ് കിട്ടുന്നത്. ചില മണ്ഡലങ്ങൾ കൂടുതൽ കിട്ടി, ചില മണ്ഡലങ്ങളിൽ കിട്ടാത്തതുണ്ട്, പിന്നിപ്പോയതുണ്ടൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ ഞാൻ പറയുന്നത് ആവറേജ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1,500 വോട്ട് വെച്ചാണ് കിട്ടുന്നത്. അത്രത്തോളം ദയനീയമായിട്ടുള്ള വിജയമാണ്. ഇടുക്കി, എറണാകുളം, അതേപോലെ പൊന്നാനി, മലപ്പുറം, വടകര, കാസർഗോഡ്, വയനാട് പിന്നെ തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് UDF-ന്റെ ഉറച്ച മണ്ഡലങ്ങളാണ്. അവർ തെരഞ്ഞെടുപ്പിന് മുമ്പേ ജയിച്ചു കഴിഞ്ഞു പറഞ്ഞു. കോട്ടയം ഇതെല്ലാം പറഞ്ഞ പോലെ സംഭവിച്ചു. ഡീൻ കുര്യാക്കോസ് ഇടുക്കി മണ്ഡലത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഉണ്ടാക്കിയത്. 1,33,000-ഓളം വോട്ട്. എറണാകുളത്ത് MJ ഷൈനെ കൊണ്ടുവന്നത് ശരിയായില്ല എന്നും പറഞ്ഞു. അവർ വോട്ട് കുറയുന്നു പറഞ്ഞു. അത് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് പറഞ്ഞ പോലെ തന്നെ CPM-മാർ വോട്ട് മുറിച്ചു കുത്തി. കഴിഞ്ഞ തവണ രാജീവ് മത്സരിച്ചിട്ട് പിന്നെ P രാജീവ് മത്സരിച്ചപ്പോൾ 3,22,000 കിട്ടിയെങ്കിൽ അതിൽ നിന്ന് ഏകദേശം 92,000 വോട്ടിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രാവശ്യം 2,30,000 കുറഞ്ഞു. 1 ലക്ഷത്തിനടുത്ത് വോട്ട് കുറഞ്ഞു നിലവിലുള്ളത് നിന്ന്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. രാജീവിന് കിട്ടിയതിനേക്കാൾ രാഹുൽ തരംഗത്തിൽ ശബരിമല തരംഗത്തിൽ കിട്ടിയതിനേക്കാൾ 1 ലക്ഷത്തോളം വോട്ട് കുറഞ്ഞു MJ ഷൈനിന്. പറഞ്ഞത് പോലെ തന്നെ സംഭവിച്ചു. എറണാകുളത്ത് 2,48,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് റെക്കോർഡ് ഭൂരിപക്ഷം എറണാകുളത്തെ. ആദ്യം ജോർജിന് പണ്ട് നല്ല ഭൂരിപക്ഷം കിട്ടിയിരുന്നു ഒരു പ്രാവശ്യം. ആ റെക്കോർഡ് തകർത്ത് പിന്നീട് പിന്നെ ഹൈബിയുടെ പിതാവ്, അതിനുശേഷം ഹൈബിയുടെ കഴിഞ്ഞ തവണത്തായിരുന്നു പിന്നീട് ആ മണ്ഡലത്തിലെ റെക്കോർഡ്. അതിത്തവണ ഹൈബി വീണ്ടും ഭേദിച്ച് 2,48,000 അതായത് 2.5 ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. പിന്നെ അടുത്തത് വരുമ്പം ഈ പിന്നെ ഇനിയിപ്പോ വേറെ അവിടെയൊക്കെ പറഞ്ഞത് ശരിയായി. ഞാൻ പറഞ്ഞല്ലോ ആറ്റിങ്ങലില് പിന്നെ V മുരളീധരൻ 3 ലക്ഷത്തോളം വോട്ട് ചെയ്യാൻ പിടിക്കുന്നു പറഞ്ഞു. 3 ലക്ഷത്തിൽ ചില്ലാനും വോട്ട് പിടിച്ചു. അവിടെ ശക്തമായ മത്സരമാണ്. 3 സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്ന് ഭേദാണെന്ന് പറഞ്ഞു. അടൂർ പ്രകാശ് ജയിക്കും എന്നാലും അടൂർ പ്രകാശ് ജയിക്കും എന്ന് പറഞ്ഞു. അടൂർ പ്രകാശ് വിജയിച്ചു. 1,708 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. 3 പേരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 3 പേരും 3 ലക്ഷത്തിനും ഒരു 3,20,000 ഉള്ളിൽ അങ്ങനെ കിടന്ന് കളിക്കുകയാണ്. 3 പേരും തമ്മിലുള്ള വ്യത്യാസം വളരെ നേരിയ വ്യത്യാസങ്ങളാണുള്ളത്. ഒപ്പത്തിനൊപ്പമുള്ള മത്സരമായിരുന്നു, ശക്തമായ ത്രികോണ മത്സരം. കൊല്ലത്ത് തിരുവനന്തപുരം നേരത്തെ പറഞ്ഞു 13 സ്ഥാനത്ത് പോകും. കക്ഷിച്ചാണ് ശശി തരൂർ ജയിച്ച് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നായിരുന്നു എന്റെ പ്രവചനം. അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ തെറ്റിയിട്ടുള്ളത്. ഒന്ന് കൊല്ലത്ത് 1.5 ലക്ഷം വോട്ടിന്റെ എങ്കിലും പിന്നെ ഇയാൾ പിടിക്കുന്നു പറഞ്ഞു. കൃഷ്ണകുമാർ പിടിച്ചു 1.5 ലക്ഷം വോട്ട്. അതേപോലെ തന്നെ അവിടെ പ്രേമേന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. ഒന്നിനും കൊള്ളാത്ത 1.5 ലക്ഷം എന്നുള്ളത് 1,63,000 കൃഷ്ണകുമാർ പിടിച്ചു. 1.5 ലക്ഷത്തിന് മുകളിൽ പിടിച്ചു. അവിടെ മുകേഷ് ഫെയിലിയറാണ്. മുകേഷ് നിയമസഭയിൽ തന്നെ ബിന്ദു കൃഷ്ണ ആയതുകൊണ്ട് ജയിച്ചതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രേമേന്ദ്രൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. അതേപോലെ തന്നെ ഈ പത്തനംതിട്ടയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മാവേലിക്കര പറഞ്ഞു, ആലപ്പുഴ പറഞ്ഞു. ഇനി ചാലക്കുടി മണ്ഡലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
ചാലക്കുടി മണ്ഡലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചാലക്കുടിയിൽ ഞാൻ പറഞ്ഞു 2020 എഫക്ട് അവിടെ 63,754 വോട്ടിനാണ്. അവിടെ ചിലപ്പോൾ വേണമെങ്കിൽ നല്ല ടൈറ്റ് മത്സരമാണ്. ഭരണവിരുദ്ധ വികാരത്തിന്റെ പുറത്താവും പരാജയപ്പെടുക. രവിമാഷ് നല്ല സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവിടെ എന്തായിരുന്നാലും ബെന്നി ബെഹനാൻ തന്നെ ജയിച്ചു. ബെന്നി ബെഹനാൻ തോറ്റാൽ കോൺഗ്രസ് വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനം ക്ലെയിം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും അങ്ങനെ സംഭവം ഉണ്ടായില്ല. സുധാകരൻ തൽക്കാലം ഹാപ്പി ആയിട്ട് കുറച്ചു കാലം കൂടി തുടരാം. തൃശ്ശൂരിലെ പറഞ്ഞ പോലെ പൂരത്തിന്റെ വിഷയം മുരളി 3ാം സ്ഥാനത്ത് പോകുന്ന പ്രവചിച്ചൊക്കെ ശരിയായി. സുരേഷ് ഗോപി ജയിക്കില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞു. പൂരമാണ് അവിടെ എഫക്ട് ചെയ്തത്. അതേപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഈ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരത്തിനെ ആശ്രയിച്ചിരിക്കും. അവസാന ഘട്ടത്തിൽ ഒരു പക്ഷേ വിജയരാഘവൻ ജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാ പറഞ്ഞത്. ജയിക്കുമെന്ന് പ്രവചിച്ചിട്ടില്ല അവിടെ അതേപോലെ തന്നെ കൃഷ്ണകുമാർ 3 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിക്കുന്നേ പറഞ്ഞു. പാലക്കാട് കൃഷ്ണകുമാർ 2.5 ലക്ഷം വോട്ട് പിടിക്കുകയും ചെയ്തു. അവിടെ വയനാട് മണ്ഡലത്തിൽ എനിക്ക് തെറ്റുപറ്റി. ഇപ്പൊ തിരുവനന്തപുരം തെറ്റിയതുപോലെ വയനാട് തെറ്റി. വയനാട് മണ്ഡലത്തിൽ 2 ലക്ഷത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ചുരുങ്ങുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് തെറ്റുപറ്റിപ്പോയി. ആ 2 ലക്ഷത്തോളത്തിലേക്ക് ചുരുങ്ങുമെന്ന് ഞാൻ പറഞ്ഞത് അവിടെ മൊത്തം 3.5 ലക്ഷത്തോളം വോട്ട് ഭൂരിപക്ഷം കിട്ടി അദ്ദേഹത്തിന്. കെ സുരേന്ദ്രന് 1.5 ലക്ഷത്തോളം വോട്ട് 1 തൊട്ട് 1.5 ലക്ഷത്തോളം വോട്ട് വരെ പിടിക്കുന്നുണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് 78,000 നിന്ന് 1.41 വർദ്ധിപ്പിച്ചു. അതാണ് സംഭവിച്ചത്. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ചോർന്നു പോയിട്ടില്ല. ഇടതുപക്ഷത്തിന് 10,000 വോട്ട് കൂടുതൽ കിട്ടിയാണ് ഇത് ആനിരാജിക്ക്, സുനീറിന് 2019 കിട്ടിയതിനേക്കാൾ. ബാക്കി കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ടുകൾ BJPയിലേക്കാണ് പോയത്. സുരേന്ദ്രൻ നന്നായിട്ട് പിടിച്ചു. നേരെ അവരുടെ ഏറ്റവും വലിയ എതിരാളികളായിട്ടുള്ള പാർട്ടിയിലേക്കാണ് ഇവർക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്തവർ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ബെൽറ്റുകളിലൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്ത UDFന് വോട്ട് ചെയ്ത ആളുകൾ, പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി വോട്ട് ചെയ്തവർ നേരെ കെ സുരേന്ദ്രന് വോട്ട് ചെയ്ത് ക്രിസ്ത്യൻ വോട്ടുകളും നന്നായി കിട്ടിയിട്ടുണ്ട്. അത് കേരളത്തിൽ വ്യാപകമായി ക്രിസ്ത്യൻ വോട്ടുകൾ BJP പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പൊന്നാനി മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞു, പൊന്നാനി ഉചിതനായ സ്ഥാനാർത്ഥി അനുയോജ്യനായ ഒരു വ്യക്തിയെ കണ്ടെത്തി നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കെ ടി ജലീലിനെ തന്നെ നിർത്തുക, അല്ലെങ്കിൽ KNA ഖാദറിനെ പോലെയുള്ള മുസ്ലിം ലീഗ് നേതാവിനായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തെ പൊതുസ്വതന്ത്രനായിട്ട് നിർത്തിയിരുന്നെങ്കിൽ സുഖമായിട്ട് സമുദായം മറിച്ചിടാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ മാധവിക്കുട്ടി വിഷയമൊന്നും പ്രചരണമാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി ഇടതുമുന്നണി. കാരണം ഇടതുമുന്നണി എപ്പോഴും മുസ്ലിം പ്രീണന, ഈ വർഗീയവാദികളാണ്. മുസ്ലിം പ്രീണനാണെങ്കിൽ കുഴപ്പമില്ല, വർഗീയ പ്രീണനമായിട്ടുള്ള നിലപാടുകളെടുത്തു. ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് അതിന്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. 2,30,000 വോട്ടിനാ സമുദായി ജയിച്ചത്. അവിടെ പരാജയ ഭീതിയുള്ളതുകൊണ്ടാണ് അവിടുന്ന് മലപ്പുറത്തേക്ക് ET സീറ്റ് വെച്ച് മാറി പോയത്. പക്ഷെ അവിടെ സാധ്യത ഉണ്ടായിരുന്നിട്ട് ഇവർ കളഞ്ഞു കുളിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. പൊന്നാനിയിലൊന്നും മാറ്റം ഉണ്ടാവില്ല, ലീഗ് ജയിക്കുന്നതെന്നും നല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവരോടെ വിജയിച്ചു. അതേപോലെ തന്നെ KSMCക്ക് ആകെ കിട്ടിയത് എന്താണ്, വളരെ കുറഞ്ഞ വോട്ടിനല്ലേ, അല്ല കുറഞ്ഞ വോട്ടാണ് അദ്ദേഹം പിടിച്ചത്. മലപ്പുറത്ത് ഞാൻ പറഞ്ഞിരുന്നു നല്ല ഭൂരിപക്ഷത്തിന് ET ജയിക്കും. എല്ലാ കാലത്തും ET PK കുഞ്ഞാലിക്കുട്ടിക്കുമെതിരെ 2006 KT ജലീലിനെ നിർത്തിയതൊഴിച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ഏറ്റവും ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് CPM നിർത്തുക. ഇലക്ഷൻ കഴിഞ്ഞിട്ട് വസീഫ് ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അബദ്ധമായി പോയി, വിഡ്ഢിത്തരായി പോയി. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയാം, ആൾക്കാരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തകരെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞത് പൊട്ടത്തരായി പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ 3 ലക്ഷത്തിൽ പരം വോട്ടുകൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ്. അത് മഞ്ചേരി മണ്ഡലമാകുമ്പോഴും മലപ്പുറം ആയതിനു ശേഷമുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർന്ന ഭൂരിപക്ഷത്തിൽ ET വിജയിക്കുന്നു. പിന്നെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് SDPI സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മലപ്പുറം മണ്ഡലത്തിലാണ് SDPIയുടെ ഒരു അപ്രഖ്യാപിത രക്ഷാകർത്താവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ET അദ്ദേഹം അവരുടെ എല്ലാ കാലവും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ആളാണ്. വർഗീയ സംഘടനകളായിട്ട് നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ആളാണ്. മുസ്ലിം ലീഗിനകത്ത് അങ്ങനെ എടുത്തു പറയാവുന്ന ഒരാൾ പുള്ളി മാത്രമാണ്, വേറുള്ളവർ ആരുമില്ല ആ രീതിയിൽ. അതുകൊണ്ട് ആ വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം 3 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ചു. വസീഫ് ദയനീയമായി പരാജയപ്പെട്ടു പോയി. അതേപോലെ തന്നെ കോഴിക്കോട് നമ്മൾ കരീംഖാൻ എല്ലാം തൊടൂല. അവിടെ പ്രദീപ് കുമാറാണെങ്കിൽ പിന്നെയും സാധ്യത ഉണ്ടായിരുന്നു. 2019 മത്സരിച്ച് തോറ്റ ഇവര് കമ്മ്യൂണൽ കാർഡൊക്കെ ഇറക്കി നോക്കി. കാരണം MK രാഘവൻ പോസ്റ്റർ അടിച്ചിട്ടല്ലേ രാഘവേട്ടനായത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് MK രാഘവന് 4-ാം ഊഴം കിട്ടിയത് സമ്മാനിച്ചു കൊടുത്തു. കരീമായതുകൊണ്ട് കരീമിന്റെ വ്യക്തിപരമായ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട് കുറെ വോട്ട് പോയി. പാർട്ടിക്കകത്ത് വിഭാഗീയതയുടെ ഭാഗമായിട്ട് പോയി. RMPക്കാര് കോഴിക്കോട് TP ചന്ദ്രശേഖരന്റെ വിഷയമൊക്കെ കോഴിക്കോട് മണ്ഡലത്തിലും വടകര മണ്ഡലത്തിലും കണ്ണൂർ മണ്ഡലത്തിലും കാസർഗോഡ് മണ്ഡലത്തിലും ഒക്കെ വലിയ വിഷയമാണ്. ഈ 4 മണ്ഡലങ്ങളിലും TP ചന്ദ്രശേഖരന് എഫക്ട് ഉണ്ട്, പാനൂർ ബോംബ് സ്ഫോടനത്തിന് എഫക്ട് ഉണ്ട്. അതുകൊണ്ട് ഈസി വാക്ക് ഓവറിലേക്ക് MK രാഘവൻ എത്തിയെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹം വിജയിച്ചു. വടകരയിൽ തുടക്കം തൊട്ടേ നമ്മൾ പറഞ്ഞു, ഷാഫി പറമ്പിൽ അവിടെ ഓളുണ്ടാക്കി. അതിൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ലോഞ്ചിങ് അതിമനോഹരമായിരുന്നു. ഷാഫി സാമൂഹ്യ മാധ്യമങ്ങളുടെ സാധ്യതകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു വ്യക്തി ഒന്ന് ഷാഫിയാണ്, ഒന്ന് രാജീവ് ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത്. അതിലൊക്കെ ഷാഫി വിജയിച്ചു. പിന്നെ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനാണ്. പക്ഷേ നഷ്ടമാണ്, കേരളത്തിലെ മന്ത്രിയൊക്കെ ആയിട്ട് ഇരിക്കേണ്ട ആളായിരുന്നു. വേണമെങ്കിൽ 10-20 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടൊരു മുസ്ലിം മുഖ്യമന്ത്രി എന്നൊക്കെ രീതിയിലേക്കൊക്കെ കോൺഗ്രസ് അന്ന് വരെ ജീവിച്ചിരുന്ന കേട്ടോ. കോൺഗ്രസ് ഇല്ലെങ്കിൽ പിന്നെ പോയി. കോൺഗ്രസ് അതുവരെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം കേരളത്തിൽ.
കാരണം ഇവര് ഇപ്പോൾ ഒരു തമ്മിൽ തല്ലി ഇതാക്കും. ഇപ്പൊ 2026 അവരെ ഏറെക്കുറെ അധികാരത്തിൽ വരുന്നുള്ള അവസ്ഥയുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ ഇവരെ ഗ്രൂപ്പിസ് എപ്പോഴാണ് പൊട്ടി വരിക എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ മുരളിക്കൊന്നും വേറെ പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ കുളം കലക്കണ പരിപാടി നടത്തിയാൽ മതി. കാരണം തോറ്റിരിക്കുകയാണല്ലോ, വേറെ പാർലമെന്റ് രംഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതിന് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ഓക്കെ, എന്തായിരുന്നാലും അങ്ങനെ പിന്നെ അവിടെ വടകരയിൽ 1,00,000-ൽ പരം വോട്ടുകൾ ഷാഫി തകർത്തു. ഷാഫിന്റെ വിജയം എന്ന് പറഞ്ഞാൽ അത് ശൈലജ ടീച്ചറോട് വിരോധം ഉണ്ടായിട്ടല്ല, ഇവരുടെ അക്രമ രാഷ്ട്രീയം കാരണം മുതൽ ഭരണം അതിനോടുള്ള വിയോജിപ്പുണ്ട്. കണ്ണൂരിൽ ഞാൻ പറഞ്ഞിരുന്നു ടൈറ്റ് ഫൈറ്റിലേക്ക് നീങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെ എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്ത് രാജീവ് ജയിക്കുമെന്ന് പറഞ്ഞത്, രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 2,00,000-ലേക്ക് താഴുമെന്ന് പറഞ്ഞത്, മൂന്നാമത് എനിക്ക് തെറ്റിയത് കണ്ണൂർ മാത്രമാണ്. കണ്ണൂരിലെ ടൈറ്റ് ഫൈറ്റാണെന്ന് പറഞ്ഞു. അവിടെ പിന്നെ ഈ ഭരണവിരുദ്ധ തരംഗത്തിന്റെ ഒരു എഫക്റ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ എം പി ജയരാജനും പിന്നെ നമുക്ക് പ്രവചനാതീതമായ മത്സരം നടക്കുന്നുണ്ട്. അവിടെ ഒരു പ്രവചനാതീതം ഉണ്ടായിരുന്നില്ല, അതെനിക്ക് പറ്റിയ പിഴവാണ്. അത് 1,00,000-ൽ പരം വോട്ടുകൾക്കാണ് കെ സുധാകരൻ ജയിച്ചത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും ശൈലജ ടീച്ചറുടെ മണ്ഡലത്തിലും പിന്നെ എം പി ഗോവിന്ദമാഷ മണ്ഡലത്തിലും വരെ പിന്നെ CPM-ന്റെ കോട്ടകൾക്കകത്ത് വിള്ളലുണ്ടാക്കാൻ സുധാകരൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ കാസർഗോഡ് ഞാൻ പറഞ്ഞു, അദ്ദേഹം 5 വർഷം മുമ്പ് ചെന്ന ഉണ്ണിത്താനല്ല, അദ്ദേഹം കുറിയിട്ടോ കുറിയിട്ടില്ല എന്നുള്ളത് നാട്ടുകാരുടെ വിഷയമല്ല. അദ്ദേഹം അവിടുത്തെ പ്രിയപ്പെട്ട ഉണ്ണിച്ചയായി മാറിയിരിക്കുന്നുണ്ട്. കാസർഗോഡും വിജയിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും മണ്ഡലങ്ങൾ പറഞ്ഞതിൽ ആലത്തൂർ മാത്രമേ LDF ജയിക്കുള്ളൂ എന്നുള്ളത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ്. അതായത് നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചു രമ്യ ഹരിദാസ് തോക്കും, ഇടതുപക്ഷത്തിന് ആകെ ഒരൊറ്റ സീറ്റ് കിട്ടുള്ളത് അവിടെ ഇരിക്കുന്നുള്ളത് ഉറപ്പിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആദ്യം. പിന്നീട് ബാക്കിയുള്ളതൊക്കെ സാധ്യതകളാണ്, കണക്കിലെ കളികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രവചിച്ചതിനകത്ത് അത് 100% ശരിയായി. ബാക്കിയുള്ള മണ്ഡലങ്ങളെ കുറിച്ച് പറഞ്ഞതിൽ ഒരു 90% ശരിയായി. തിരുവനന്തപുരത്ത് മാത്രമാണ് പിഴച്ചത്, ശരിക്കും പറഞ്ഞാൽ തെറ്റിയത്. രാജീവ് ജയിക്കും എന്നുള്ളതാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിരുന്നത്, അത് തെറ്റി. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ തെറ്റി. കണ്ണൂരിൽ കടുത്ത മത്സരമാണെന്ന് പറഞ്ഞത് തെറ്റി. കാരണം അവിടെ ഒരു മത്സരം ഉണ്ടായിരുന്നില്ല. 1,00,000-ൽ പരം വോട്ടുകൾക്ക് കെ സുധാകരൻ ജയിച്ചു. എന്നാലും എന്റെ പ്രവചനത്തിൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്, ആത്മവിശ്വാസമുണ്ട്. കാരണം ഇത്രയും നമ്മൾ ബാക്കിയുള്ള ആളുകളെ വിട്ട് അവിടെ പോയിട്ടോ ഡാറ്റ കളക്ട് ചെയ്തിട്ടോ ഒന്നുമല്ല, നമ്മളൊരു പിന്നെ രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഒരു വിലയിരുത്തൽ. ആ വിലയിരുത്തലിനകത്ത് നന്നായി വിജയിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പൊ വടകരയിൽ LDF ജയിക്കുന്ന മനോരമയുടെ എക്സിറ്റ് പോള്, മനോരമ നടത്തിയിട്ടുള്ള മനോരമ ന്യൂസ് VMR എക്സിറ്റ് പിന്നെ ആയിട്ട് ഏജൻസിയായിട്ട് യോജിച്ചിട്ട് നടത്തിയ എക്സിറ്റ് പോളിനകത്ത് ഇന്നലെ അവരെ വലിയ വണ്ടക്കയിൽ അച്ചടിച്ചിറക്കിയിരിക്കുക. മനോരമ ന്യൂസ് ഏർ ചെയ്തു. വടകരയിൽ LDF എന്നാ പറഞ്ഞേ, 1,00,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. കണ്ണൂർ ഒപ്പത്തിനൊപ്പം തന്നെ. അപ്പൊ ഞാനും പറഞ്ഞ നല്ല ടൈറ്റ് ഫൈറ്റ് ആണെന്ന് പറഞ്ഞു, കുഴപ്പമില്ല. ആലത്തൂർ ഒപ്പത്തിനൊപ്പം തന്നാലും കുഴപ്പം പറയുന്നില്ല. കാരണം ആലത്തൂർ എന്തായാലും 10,22,000 വോട്ടിനാണല്ലോ രാധാകൃഷ്ണൻ ജയിച്ചത്, അതുകൊണ്ട് അതും കുഴപ്പമില്ല. തൃശ്ശൂർ UDF എന്നാ പറഞ്ഞത്. തൃശ്ശൂർ മുരളീധരൻ 3-ാം സ്ഥാനത്ത് പോകുന്ന നമ്മൾ പറഞ്ഞത് വ്യക്തിപരമായി. ഇവർ ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള പിന്നെ മലയാളത്തിലെ പത്രമാധ്യമ രംഗത്തെ പിന്നെ അധികായന്മാരായ മനോരമ വടകര പിന്നെ LDF-നും കൊടുത്തു, തൃശ്ശൂർ UDF-നും കൊടുത്തു. അപ്പൊ അതെന്തായിരുന്നാലും പിന്നെ അവർക്ക് തെറ്റിപ്പോയി. സുനിൽകുമാർ എന്തായാലും മനുരാജ് എന്ന് പറഞ്ഞ ആള് പിന്നെ സുരേഷ് ഗോപി തോക്കുമെന്ന് പറഞ്ഞു. അത് തുടക്കത്തിൽ പറഞ്ഞു. പക്ഷെ പൂരം ബാധിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സ്റ്റോറി ഒന്നും എടുത്ത് നോക്കുക. അവിടെ സുനിൽകുമാറാണ് ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നത്. സുരേഷ് ഗോപിയുടെ കയ്യിൽ കുറെ കുഴപ്പങ്ങളുണ്ട്, BJP-യുടെ സംഘടനയ്ക്കകത്ത് അമർഷമുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. പക്ഷേ പൂരത്തിന് ശേഷം പൂരം അലങ്കോലപ്പെടുത്തിയത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണോ എന്ന് വരെ ഞാൻ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ മുമ്പ് തന്നെ സ്റ്റോറി ചെയ്തതാ. ഇലക്ഷന് മുമ്പ് തന്നെ സ്റ്റോറി ചെയ്തിട്ടുള്ളതാ. ആ പൂരം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പൂരം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ ജയിച്ചു പോകുന്ന തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ സംഭവിച്ചത്. പൂര എഫക്റ്റാ. അതിനെ മോദിക്ക് വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുത്തിട്ട് ഈ പിന്നെ ആഭ്യന്തര വകുപ്പ് ചെയ്ത പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല. മറ്റേ ED കേസ് നോക്കാൻ വേണ്ടിയിട്ട് സതീശനും ഇപ്പം ഞാൻ ചെയ്ത സ്റ്റോറിക്ക് അതൊക്കെ പറഞ്ഞ പോലെ തന്നെ സതീശൻ എന്നത് ആരോപിച്ചിട്ടുണ്ട്. ആ ഒരു വിഷയത്തിനകത്ത് വല്ലാതെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഇതാണ് സ്ഥിതി. അതുകൊണ്ട് പിന്നെ എന്തായിരുന്നാലും മനോരമ പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഈ തൃശ്ശൂരും പോയിട്ടില്ല, കാസർഗോഡ് പോയിട്ടില്ല, കണ്ണൂർ പോയിട്ടില്ല, വടകര പോയിട്ടില്ല, കോഴിക്കോട് പോയിട്ടില്ല, പൊന്നാനി പോയിട്ടില്ല, മലപ്പുറത്ത് ജസ്റ്റ് ഒന്ന് പോയിരുന്നു ഇലക്ഷന് മുമ്പ്. കാരണം മലപ്പുറം അല്ല വടകര അല്ല വയനാട് മണ്ഡലത്തിൽ പോയി. മലപ്പുറം മണ്ഡലത്തിലും പോയിട്ടില്ല. വയനാട് മണ്ഡലത്തിലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടായിരുന്ന നിലമ്പൂരുള്ളത്. പാലക്കാട് പോയിട്ടില്ല, ആലത്തൂർ പോയിട്ടില്ല, വേറെ എവിടെയും. ബാക്കി ഇതിലെ കൂടെ പോകുമ്പോൾ വണ്ടിയിൽ പോകുന്നു അല്ലാതെ ഒരു മണ്ഡലത്തിൽ ഇറങ്ങിയിട്ടുമില്ല. അങ്ങനെയാണ് ഈ പ്രവസ്ഥ ഉണ്ടായത്. ആകെ എറണാകുളം മണ്ഡലത്തിലെ മാത്രമേ അവസ്ഥ അറിയുള്ളായിരുന്നു. ഓക്കെ, ശരി എന്നാൽ ഗുഡ് നൈറ്റ്.